സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാന്ദ്ര തോമസ് നാമനിർദ്ദേശക പത്രിക നൽകാൻ പ്രൊഡ്യൂസേഴ്സ് ഓഫീസിലെത്തി. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇപ്പോൾ സാന്ദ്ര തോമസ് എത്തിയിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക നൽകാൻ പ്രൊഡ്യൂസേഴ്സ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതെ, അല്പസമയം മുമ്പാണ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ ഒരു സൂചന നൽകിയിരുന്നു സാന്ദ്ര തോമസ്. തുറച്ചുനോട്ടം ഒഴിവാക്കാനായി പർദ്ദ ധരിച്ചാകും ഈ ഓഫീസിലേക്ക് എത്തുക എന്നുള്ളതും അത്തരത്തിൽ തന്നെ പർദ്ദ ധരിച്ചാണ് ഈ ഒരു ഓഫീസിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള സാന്ദ്ര തോമസിന്റെ നിലവിലെ സാഹചര്യം, നിലവിലെ കേസിനെ കുറിച്ചുള്ള സാഹചര്യമെല്ലാം നമ്മൾ അതിനെക്കുറിച്ചെല്ലാം നോക്കിയതാണ്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സാന്ദ്ര തോമസിനെ പുറത്താക്കിയ നടപടിക്കെതിരെ ജില്ലാ കോടതി സ്വീകരിച്ച നിലപാടും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു നിലപാടിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തിന്റെ പുറത്താണ് സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഈ ഒരു ഓഫീസിലെത്തിയത്. 14-ാം തീയതിയാണ്, ഓഗസ്റ്റ് 14-നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ്. അതിനു മുമ്പ് 2-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാമെന്നുള്ളതാണ്. എന്തായാലും സാന്ദ്ര തോമസ് ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഓഫീസിലേക്ക് ചെന്നിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം പുറത്തേക്കെത്തി മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് സാന്ദ്ര തോമസ് നേരത്തെയും അറിയിച്ചിരുന്നത്. വലിയൊരു പോരാട്ടത്തിന് തന്നെയാണ് സാന്ദ്ര തോമസ് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മളൊന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം നിയമ പോരാട്ടം, ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സാന്ദ്ര തോമസ് നിയമ പോരാട്ടം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കി എന്നോണമുള്ള ഒരു പോരാട്ടത്തിന് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിരവധി ആരോപണങ്ങൾ സാന്ദ്ര തോമസിന് നേരെയുണ്ടായ വലിയ തരത്തിലുള്ള വധഭീഷണികൾ ഒക്കെ തന്നെ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെ ഈ ഒരു അന്തരീക്ഷത്തിലുണ്ട്. അത്തരത്തിൽ അതിനെ സംബന്ധിച്ച് തുടങ്ങിയ നിയമ പോരാട്ടങ്ങളും ഒക്കെ തന്നെ ഈ ഒരു അന്തരീക്ഷത്തിലുണ്ട്. ആ ഒരു സമയത്താണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനായി സാന്ദ്ര തോമസ് എത്തുന്നതും, അതും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലേക്ക് എത്തിയത്. ശരി, കാളിദാസൻ, വ്യക്തമാണ്. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാന്ദ്ര തോമസ് എത്തിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക നൽകാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലേക്കാണ് എത്തിയത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സാന്ദ്ര തോമസ് പത്രിക സമർപ്പിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് കാളിദാസനാണ്.